ജഗതി ശ്രീകുമാറിനേക്കാൾ തമാശ കയ്യിലുള്ള ഒരു നിർമ്മാതാവ് പണ്ട് കാലത്ത് മലയാള സിനിമയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെയിൻ തമാശ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിശുക്കാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സാങ്കേതിക വിദഗ്ധർക്കും നടീനടന്മാർക്കുമൊക്കെ ഭക്ഷണം കൊടുക്കാതിരിക്കുക തുടങ്ങിയ പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ പിശുക്കിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ അദ്ദേഹം സിനിമയിൽ നിന്ന് പതുക്കെ ഒഴിവാക്കി കളയും. ഇപ്പോൾ നടീനടന്മാരോട് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ ഈ രീതിയിലാണ്. മിസ്റ്റർ കരുണാകരൻ, ഈ സിനിമയിൽ നിങ്ങൾക്ക് 150 രൂപയുടെ ഒരു റോളുണ്ട്, അഭിനയിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇന്ന റോളാണ്, ഇന്നയാളുടെ അച്ഛനാണ്, ഇന്നയാളുടെ അമ്മയാണ് എന്നൊന്നുമല്ല. നിങ്ങൾക്ക് 150 രൂപയുടെ ഒരു റോളുണ്ട്, അല്ലെങ്കിൽ 250 രൂപയുടെ റോളുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം കഥാപാത്രങ്ങളെയും നടീനടന്മാരെയും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പണ്ട് ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ കുറേ ആളുകൾ സംഘം ചേർന്ന്, കോളേജിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ചേർന്ന് ഒരു പിക്നിക്കിന് പോകുന്നതാണ്. പിക്നിക്കിന് പോയിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെയുള്ളൊരു അതിഥി മന്ദിരത്തിൽ അവർ താമസിക്കുന്നു. അവിടെ പ്രേതങ്ങളോ പിന്നെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ചില ദിവസങ്ങളിൽ ഈ കോളേജ് വിദ്യാർത്ഥികളിൽ അധ്യാപകരിലൊക്കെ പെട്ട ചില ആളുകൾ മരിച്ചു പോകും. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മാതാവിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏതെങ്കിലും നടനോ നടിയോ ഉണ്ടെങ്കിൽ അവരെ നേരത്തെ അങ്ങ് കൊല്ലും. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇഡ്ഡലി കഴിക്കണ്ടല്ലോ, ഇവർ അപ്പം തന്നെ കൊന്നു കഴിഞ്ഞാൽ അയാളെ വണ്ടി കയറ്റി അങ്ങ് വിടാലോ. അതാണ് പരിപാടി. ഇത് ഇപ്പോൾ പൈസക്ക് ബുദ്ധിമുട്ടാണ്. ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾ പൈസക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സിനിമ എടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് കിളക്കുക, നനയ്ക്കുക, അങ്ങനെ പണം ആവശ്യമില്ലാത്ത പല ജോലികളും ഉണ്ട്, അത് ചെയ്യാവുന്നതാണ്. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ വലിയൊരു പണക്കാരനാണ് ഞാൻ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിക്കണം എന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമാണ്. എന്നെ ബഹുമാനിക്കൂ എന്ന മട്ടാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, പണത്തിനെ നമ്മൾ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവ് ബാങ്കിൻ്റെ മുമ്പ് ചെന്ന് നിന്ന് തൊഴുതാൽ പോരെ? അതിനേക്കാളും വലുതുണ്ടോ?